കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി ബസ്സിൽ ഒരു യുവതിയുടെ മാല കളഞ്ഞുപോയിരുന്നു. തുടർന്ന് യുവതി ആരോ വഴി അത് ഹരിപ്പാടുണ്ടെന്ന് മനസ്സിലാക്കി. അതായത് വാട്സപ്പിലൊക്കെ മാലയുടെ ദൃശ്യം പ്രചരിച്ചിരുന്നു. അങ്ങനെ യുവതിയുടെ മാലയാണെന്ന് യുവതി തിരിച്ചറിഞ്ഞു. തുടർന്ന് കരുനാഗപ്പള്ളിയിൽ ചെന്ന് പരാതി പറഞ്ഞാൽ അത് ഹരിപ്പാട് നിന്ന് ലഭിക്കുമെന്ന് യുവതി മനസ്സിലാക്കി. പക്ഷേ അതിനായി 200 രൂപയുടെ പത്രം, ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ് കൂടാതെ 10,000 രൂപയും നൽകണമെന്ന് കെഎസ്ആർടിസിയിൽ നിന്ന് അറിയിപ്പുണ്ടായി. നമുക്കറിയാം, കെഎസ്ആർടിസിയുടെ നിയമപ്രകാരം അവർ സൂക്ഷിച്ചു വെച്ച കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു ലഭിക്കണമെങ്കിൽ നിശ്ചിതമായൊരു തുക കൊടുക്കണം. പക്ഷേ ഇത് 2 പവനാണ്, അതുകൊണ്ട് 10,000 രൂപ നൽകണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ 10,000 രൂപ എന്ന് പറയുന്നത് സാധാരണക്കാരനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു തുകയല്ല. അതുകൊണ്ട് യുവതി നാട്ടുകാരിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങി കെഎസ്ആർടിസി ഡിപ്പോയിൽ ഏൽപ്പിച്ചു. യുവതിക്ക് മാല തിരികെ ലഭിക്കുകയും ചെയ്തു. യുവതി തന്റെ ദുഃഖം ന്യൂസ് ചാനലിൽ പങ്കുവെക്കുന്നുണ്ടായി. ഇത് കണ്ട നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു അനുകൂലമായ ഇടപെടലാണ് ഉണ്ടായത്. കെഎസ്ആർടിസിയുടെ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്നും യുവതി അടച്ച 10,000 രൂപ തിരികെ ലഭിക്കുമെന്ന അനുകൂല മറുപടിയാണ് അദ്ദേഹം നൽകിയത്. എന്റെ ഒരു അഭിപ്രായത്തിൽ കളഞ്ഞുപോയ മുതൽ നമ്മൾ തിരിച്ചേൽപ്പിക്കുമ്പോൾ 1 രൂപ പോലും ഈടാക്കരുത്. കാരണം പലവരും സ്വർണവും പണവുമായിട്ടൊക്കെ നടക്കുന്നത് പല പല ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും. ഇപ്പോൾ യുവതിയുടെ കേസ് പറയുകയാണെങ്കിൽ, യുവതിയുടെ ഹസ്ബൻഡ് ചികിത്സയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ഒരുപാട് പണം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ കളഞ്ഞുപോയ മുതൽ തിരികെ ഏൽപ്പിക്കുമ്പോൾ അത് നിശ്ചിതമായ നിരക്കിൽ കൊടുക്കുവാൻ പരമാവധി ശ്രമിക്കുക. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.